ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയിൽ പദ്ധതികൾ നടപ്പിലാക്കാൻ സ്പോൺസർമാരെ കണ്ടെത്താനാകുമെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം റിപ്പോർട്ടറിനോട്. സ്പോൺസർമാരെ കണ്ടെത്തിയാൽ രാജ്യത്ത് നടപ്പാക്കിയ മറ്റ് മാതൃകകൾ ശബരിമലയിലും നടപ്പാക്കാനാകും. ആഗോള അയ്യപ്പ സംഗമം വലിയ ഒരു മാർഗദീപമായി മാറുമെന്നും രാജു എബ്രഹാം പറഞ്ഞു. ഒരു വർഷം ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ശബരിമലയിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ആ നിലയിലേക്ക് നമുക്ക് സ്പോൺസർമാരെ എത്തിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇപ്പം ദേവസ്വം ബോർഡ് എടുക്കുന്ന ഒരു മുൻകൈ തീർച്ചയായിട്ടും അതിന് ഏറ്റവും അനുയോജ്യമാണ്, ഏറ്റവും മാതൃകാപരമാണ്. അതിന് എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും ഭക്തജനങ്ങളുടെ മാത്രമല്ല മറ്റ് ഗവൺമെൻറ്റുകൾ, ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്, ആന്ധ്ര ഗവൺമെൻറ്, കർണാടക ഗവൺമെൻറ്, അവരൊക്കെ അവിടെ നിന്നൊക്കെയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ്റുകളുടെ വലിയ സഹായം തീർച്ചയായിട്ടും ഇവിടേക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ എല്ലാ വഴികളും ശബരിമലയിലേക്ക്, സന്നിധാനത്തിലേക്ക് എല്ലാ സഹായങ്ങളും ഈ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ ആ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് സത്യത്തിൽ നമുക്ക് വേണ്ടത്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പ്രവീൺ പുരുഷോത്തമൻ. ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികളുടെ ഒരു സംഗമമാണ്, ഞങ്ങൾ വിശ്വാസത്തിനൊപ്പമാണ് എന്ന് ഒരു ഭാഗത്ത് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോൾ, ഇവിടെ CPIMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്? ഫണ്ടാണ് ലക്ഷ്യം അല്ലേ പ്രവീൺ? ഗുഡ് മോർണിംഗ് സുജയ. റാന്നി നിയമസഭാ മണ്ഡലത്തെ 25 വർഷം പ്രതിനിധീകരിച്ച MLA ആണ് രാജു എബ്രഹാം. അദ്ദേഹം ഈ ആഗോള അയ്യപ്പ സംഗമത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 25 വർഷം, അതായത് താൻ MLA ആയിരുന്ന ഓരോ കാലഘട്ടത്തിലും ശബരിമലയുടെ വികസനം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പദ്ധതികളും നിർദ്ദേശങ്ങളും ഒക്കെ സർക്കാരിലേക്ക് സമർപ്പിക്കാറുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാറി മാറി വരും, ദേവസ്വം മന്ത്രിമാർ മാറി മാറി വരും, കേന്ദ്രമന്ത്രിമാരൊക്കെ മാറി മാറി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും താൻ നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പരിഗണനയ്ക്ക് വരാറുണ്ട്. അത് ഓരോ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇനിയും ശബരിമലയിൽ വികസനം വരേണ്ടത് ആവശ്യമാണ്. അതിന് പക്ഷേ കോടിക്കണക്കിന് രൂപ വേണം, ഫണ്ട് വേണം. അപ്പോൾ ആ ഫണ്ട് സർക്കാർ പദ്ധതികൾ അല്ലെങ്കിൽ സർക്കാർ മുടക്കുന്ന വിനിയോഗിക്കുന്ന പണം കൊണ്ട് മാത്രം പൂർണ്ണ തോതിൽ ശബരിമലയെ വികസനത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം പോലെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ കൂടുതൽ സ്പോൺസർമാരെ ലഭിക്കുമെന്നാണ് CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വിശ്വാസികൾ വരും. അദ്ദേഹം തിരുപ്പതി മോഡൽ കൂടി പറയുന്നുണ്ട്. അതായത് തിരുപ്പതിയിൽ രാജ്യത്തെ വലിയ കമ്പനികളാണ് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കായി പണം അല്ലെങ്കിൽ പണമൊക്കെ സ്പോൺസർ ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെ തിരുപ്പതി മാതൃകയിൽ തന്നെ ശബരിമലയിലും വലിയ കമ്പനികളിൽ നിന്നും അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ മറ്റ് സംസ്ഥാന സർക്കാരുകൾ, കർണാടക, തമിഴ്നാട്, അങ്ങനെയുള്ള സംസ്ഥാന സർക്കാരുകളിൽ നിന്നുകൂടി ഫണ്ടുകൾ ലഭ്യമാക്കിക്കൊണ്ട് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ, അത് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ശബരിമലയിൽ നടപ്പാക്കണം എന്ന് തന്നെയാണ് രാജു എബ്രഹാം, CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. സുജയ.